ആഹാ, ഞാനെന്താടാ ഈ കാണണേ, സിറ്റിയിൽ പൈസ കുറവാന്നു. ഇതെങ്ങനെ ശരിയാവുന്നേ? ഇപ്പം ആർക്കും ജോലിയും കിട്ടാറില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ സിറ്റിയിൽ നിന്ന് നമ്മളെ തന്നെ പുറത്താക്കുമല്ലോ. എന്തായാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ. കുറേ നേരമായി ടി വി കാണാൻ തുടങ്ങിയിട്ട്. വൈകുന്നേരമായി. ഞങ്ങൾക്ക് കുറച്ച് നേരം ടി വി ഓഫാക്കി വെക്കണം. അതിന് മുന്നേ പാട്ട് കേൾക്കുന്ന സംഭവത്തിന് എന്താടാ പാട്ട് കേൾക്കാത്തത്? യേശടാ, ഇതെന്തൊരു ഇപ്പോൾ സംഭവിച്ചത്? ഇവിടെ പാട്ട് കേൾക്കുന്ന സാധനം ഓണാവ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ സി ഡിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയതായിരിക്കും. എന്തായാലും കുറച്ച് നേരം ഒന്ന് പുറത്ത് കറങ്ങാൻ പോയിട്ട് വരാം. വൈകുന്നേരം അല്ലേ ആയുള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. അയ്യോ, ഇവിടെ ഗ്യാരേജിലല്ലേ വണ്ടി ഇട്ടേക്കുന്നുണ്ട്. അതാണ് എൻ്റെ വണ്ടി. ഇതിനത്ര റെയറായിട്ടുള്ള വണ്ടിയൊന്നുമല്ല. ഇതെപ്പോഴും ഇവിടെ കാണാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതിനാകെ ഒരു 50,000 റുപ്പീസേ ആയുള്ളൂ. അതെന്ന് വെച്ചാൽ 50,000 രൂപയേ ആയുള്ളൂ. ഇതൊക്കെ ഭയങ്കര ചെറിയ തുകയ്ക്കായിരുന്നു നമുക്ക്. നമ്മളിപ്പോൾ ഇതിനെ മില്യണറാണ്. 105 രൂപ എങ്ങാണ്ടേ ഉള്ളൂ നമ്മുടെ അക്കൗണ്ടിൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടോട്ടെങ്ങാനും ഇതെടുത്തിടാം. ഓക്കെ, ഇങ്ങോട്ടെങ്ങാനും പാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ജോലിയൊക്കെ പോയി കഴിഞ്ഞ കൂടി കണ്ടവർക്കെല്ലാം മനസ്സിലായി കാണും. നമ്മളാണെങ്കിൽ സോംബി വൈറസ് വന്ന് ആകെ പണിയായി. പൈസയെല്ലാം കത്തിയങ്ങ് പോയി. അങ്ങനെയാണ് ഇവിടെ പൈസ കുറഞ്ഞതെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാറ് മേടിക്കാൻ പോയാലോ? ഒരു മിനിറ്റ്, ഇത് മേടിക്കണോ? എന്നാലും നമുക്കൊന്ന് നോക്കണം. മിനിറ്റാരടാ എന്നെ വിളിച്ചത്? എടാ, ഇത് സോമനല്ലേ? എടാ, ഹലോ ഡാ സോമൻ, എന്താടാ വിളിച്ചത്? നിനക്ക് എന്താടാ വേണ്ടത്? എടാ, അത് പിന്നെ നമ്മളുടെ ഗ്യാരാജ് തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലല്ലോടാ. നീ എന്താടാ അല്ലെങ്കിൽ ലോക്ക് വല്ലതും ഇട്ട് വെച്ചോ? ഞാൻ നല്ല കാറാണെങ്കിൽ അതിനകത്ത് കൊണ്ടുവച്ചായിരുന്നു. എന്താടാ, നീ എൻ്റെ ഗാരേജിനകത്ത് വണ്ടി കൊണ്ടിട്ടുണ്ടോ? അതങ്ങനെ? ഞാൻ ഇന്നലെ ആണെങ്കിൽ കിടന്നുറങ്ങുന്ന സമയത്തൊരു വണ്ടിയുടെ ശബ്ദം കേട്ടായിരുന്നു. ആടാ ഞാനാടാ കൊണ്ടിട്ടത്. ഞാൻ ആണെങ്കിൽ ഇന്നലെ ഭയങ്കര ലേറ്റ് ആയി പോയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും. അതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ ഞാനത് കൊണ്ടിട്ടത്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഒന്നും ഇടത്തില്ലെന്ന്. എൻ്റെ ലക്ഷറിയസ്റ്റ് വണ്ടിയാ. ഗാരാജ് തുറന്നില്ലേ നിന്നെ ഞാൻ തീർത്ത് കളയും. എടാ, ഒന്ന് പോയടാ. നീയാണെങ്കിൽ എന്നെ ഇപ്പോൾ തീർക്കും. പോടെ എണീച്ച്. ഞാനാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ പൈസ ഇല്ലാതെ ഇരുന്നതല്ലേ നെട്ടോട്ട് കൂടെ. അതിൻ്റെ ഇടയിൽ എൻ്റെ 1 മില്യൻ്റെ കാറ്. അതുകൊണ്ട് വിറ്റാലും ഒന്നും കിട്ടുന്നത് പോലുമില്ല. എന്നിട്ട് നീ എന്തെങ്കിലും അറിഞ്ഞോ? വാർത്ത വല്ലതും കാണുവാടാ നീ? എന്താടാ പൈസ കിട്ട? ആഹാ, അവൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽപ്പുണ്ട്. ഒരു കാര്യം ചെയ്താൽ നമുക്കൊരു സ്കൂട്ടർ അടിച്ച് പറ്റിക്കോട്ട് പോവാം. എനിക്ക് വന്നാൽ അവൻ എൻ്റെ വീട്ടിൽ വന്ന് കാണും. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് വിടാം. എൻ്റെ അമ്മേ, എന്തൊക്കെ ഒരു ദിവസമാണ് നല്ലൊരു ദിവസമായിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെങ്കിലും അറിഞ്ഞു? എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ടടിച്ച് പോവാം. ഇവിടെ നമുക്ക് നിൽക്കുന്നത് ശരിയല്ലല്ലോ. ആരെങ്കിലുമൊക്കെ വന്ന് വെടിവെച്ചുകൊണ്ടേ ഇരിക്കും. ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം. എൻ്റെ കയ്യിൽ കുറേ പൈസ പോയി. അങ്ങനെ അവൻ എവിടെ പോയടാ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഡാ, നീ എവിടെടാ? എടാ, നീ എന്ത് പരിപാടികളെ കാണിച്ചേ? നീ കാരണം എൻ്റെ കാർ അതിനകത്ത് പെട്ടുപോയേക്കുവാ. നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ കാർ എടുത്ത് തന്നില്ല നീ എനിക്ക് 1 മില്യൺ രൂപ തരേണ്ടി വരും. എന്താടാ 1 മില്യൺ രൂപയോ? എൻ്റെ കയ്യിൽ അത്ര പൈസയൊന്നുമില്ല. നീ എന്ത് വിചാരിച്ചിരിക്കുന്നത് ഞാനാണെങ്കിൽ ഭയങ്കര പൈസക്കാരനാണെന്നാണോ? ഞാൻ ലോക്ക് അയക്കാൻ നോക്കട്ടെ. ആഹാ, പറ്റുന്നില്ലല്ലോടാ. എടാ, നീ എന്നെ പറ്റിക്കാൻ നോക്കുവാണോടാ? നീ ആണെങ്കിൽ ലോക്കാക്കി വെച്ചിട്ട് പറ്റിക്കാൻ നോക്കണോ എന്നെ? എടാ, എൻ്റെ പൊന്നടാ, ഞാൻ പറ്റിക്കാനൊന്നും നോക്കുമല്ലോ. നീ ഒരു കാര്യം ചെയ്യുക, അകത്തോട്ട് കയറി വാ പെട്ടെന്ന്. ഓ എടാ, ഇവൻ എന്താടാ ഈ കാണിക്കുന്നത് അവിടെ നിന്ന്? അയ്യോ എടാ, എന്നെ വെടി വെക്കില്ല. എൻ്റെ പൊന്നു കൊച്ചർക്ക് എന്തോ കാണിക്കണേ. നിന്നെ ഞാൻ ഇന്ന് അറിയും കേട്ടാ. എടാ, വെറുതെ എന്തിനാടാ അവൻ്റെ മൂക്ക് മേടിക്കുന്നത്? നീ ആണെങ്കിൽ ഉമ്മ അങ്ങ് ഊക്കാൻ പോകുന്നത്. നിനക്ക് ഊക്കാനൊന്നും അറിഞ്ഞൂടാ. എടാ, അപ്പൊ എൻ്റെ നെഞ്ചത്തായതല്ലേ? നീ ഒന്നും പെട്ടെന്നൊന്ന് വന്നേ. ഓക്കേടാ, നീ കയറി വാ. നമുക്ക് ഇവിടെ ഒക്കെ നോക്കാം. ഇവിടെ ഇരുന്ന് സംസാരിച്ചല്ലേ. ഒന്ന് പോയടാ. മില്യൺ കണക്കിന് വിലയുള്ള കാറാ നീയാണെങ്കിൽ അവിടെ ലോക്കാക്കിയിട്ടേക്കണം. എന്നിട്ട് ഇരുന്ന് സംസാരിക്കാൻ പോകും. കാര്യം ചെയ്യാം, നമുക്ക് അവിടെ ചെന്ന് തപ്പി നോക്കാം. അവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടിയാൽ എന്തെടുക്കും? അത് ശരിയാടാ, ഞാൻ വരുന്നു. പെട്ടെന്ന് പോ, നമുക്ക് പോവാം. ഓക്കേടാ. നമുക്കാണെങ്കിൽ ഇവിടെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഒരു മിനിറ്റ് രണ്ടാ, അവിടെ ഒരു പേപ്പർ കിടക്കുന്നുണ്ടോ? നീ പേപ്പർ എവിടെ? എടാ, പേപ്പർ ഇവിടെ ഒന്നും കിടപ്പില്ലല്ലോടാ. ശ്രദ്ധിച്ച് നോക്കടാ. അതേണ്ട ഇവിടെ ആയിട്ടൊരു പേപ്പർ കിടപ്പിട. ആണോ? അതുകൊണ്ട് ഇവിടെ ഒരു പേപ്പർ കിടപ്പുണ്ടല്ലോ. ഞാൻ ഈ പേപ്പർ ഒന്ന് വായിച്ചു നോക്കട്ടെ.
ഓക്കേടാ, ഞാൻ പേപ്പറെല്ലാം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുക, നമുക്കാണെങ്കിൽ ഇത് ലോക്ക് തുറക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നീ ആണെങ്കിൽ ഒരു കാറ് മോഷ്ടിച്ചോണ്ട് വരണം. ഞാനോ? കാറോ? എടാ ഞാൻ ബാങ്ക് റോബറിയൊക്കെ നടത്തിയിട്ടുള്ളടാ, നീ എന്ന് മോഷ്ടിക്ക്. എന്നാൽ ശരിയാടാ, ഞാൻ ചെന്ന് മോഷ്ടിച്ചിട്ട് വരാം. അതിൻ്റെ ഡ്രസ്സിങ് ഊരിത്താ. എന്താടാ ഡ്രസ്സ് ഊരി തരാനാ? ഇതിന്റെ കൂടെ ചേർന്ന് ഇപ്പൊ എന്റെ തുണി വരെ ഊരി തരേണ്ടി വന്ന്. ഒരു കാര്യം ചെയ്, നീ എന്നാ വിളിച്ചാലും തുണി ഞാനിപ്പോ ഊരി തരാം. നീ ആണെങ്കിൽ മോഷ്ടിച്ചിട്ട് തന്നെ വരണം, ഇല്ലേ കൊന്നു കളഞ്ഞ പന്നി നിന്നെ. ഹാ, ഇവനെന്താടാ കുറെ നേരമായിട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? പെട്ടെന്നൊന്നും ഉടുപ്പ് വാങ്ങിക്കടേ. എടാ നിക്കടാ, ഇത് പബ്ലിക് പ്ലേസാ, നമുക്ക് അകത്തോട്ട് കയറി തുണി മേടിച്ചാൽ പോരെ? ഓക്കേടാ, ഓക്കെ, എന്നാ പിടിച്ചോ എന്റെ തുണി. ഓക്കെ ഗൈസ്, അവൻ്റെ തുണി ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ അതേലത്തെ തുണി അവനെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാനാണെങ്കിൽ ചെന്ന് മോഷ്ടിച്ചിട്ട് വരാം. ഇതാണ് ആ സാധനം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചും കൂടെ നല്ല സ്പീഡിൽ പോകണം. ഇത് സ്കൂട്ടർ വെച്ചിട്ട് കാര്യമില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ആയിട്ട് വല്ലതും അന്വേഷിക്കുമ്പോൾ കിട്ടുമായിരിക്കും. ഈ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയാലോ? അല്ലേ വേണ്ട, ഒരു സ്കൂട്ടറേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇവിടുത്തെ റെയർ കാർ ഇതാണ്. നമുക്ക് നൈസിനങ്ങ് മോഷ്ടിക്കുക. ഇവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ ഇവരൊന്നും പോയി പോലീസ് കേസൊന്നും കൊടുക്കത്തില്ല. അല്ലേ മോനെ, നീ എന്താ കാണിക്കുന്നേ? മോനോ ഗൈസ്, പുറകിൽ ആൻറ്റി നമ്മളെ വിളിച്ച് പറയുന്നുണ്ടല്ലോ, സർവീസ് ചെയ്ത് മേടിച്ചേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട്. അതൊന്നും നമുക്ക് കേൾക്കണ്ട. അവൻ എന്ത് ചെയ്യടാ? അവൻ എവിടെ പോയി? ഒരു മിനിറ്റ്, ഇതിന് ലോക്ക് അയക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഇവിടെ ആയിട്ട് കാർ പാർക്ക് ചെയ്തിട്ടേക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ച് മാറ്റിക്കൊണ്ട് പോയി. ഈ കാർ നമുക്ക് വിറ്റ് കാശാക്കാം ഇനി വേറൊരു ദിവസം. ഓക്കെ, ഇവിടെ ആയിട്ട് കാർ കിടക്കട്ട, ബ്രേക്ക് പിടിച്ച് പോയി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അവൻ എന്ത് ചെയ്യടാ? ആർക്കറിയാം, അവനിപ്പോൾ ഒന്നും വിളിക്കണ്ട. അവനാണെങ്കിൽ കുറച്ച് നേരം അങ്ങനെ നടക്കട്ട്. ലോക്ക് തുറക്ക. എടാ ഞാൻ എന്താടാ ഈ കാണുന്നേ? എടാ കാർ എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? നമുക്ക് ഈ കാർ അങ്ങ് മാറ്റാം. മാറ്. ഓക്കെ, എവിടെ ആയിട്ട് കാണാം? കുറച്ചുകൂടെ മുന്നോട്ടേക്ക്. ഓക്കെ, മതി. ഓക്കെ, ഇതിനകത്തോട് കയറി നോക്കാം. എൻ്റെ മോനെ, അവിടെ PC സെറ്റപ്പടാ. എൻ്റെ മോനെ, PC സെറ്റപ്പിലെ കമ്പ്യൂട്ടറല്ലേ ഇത്? ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മോണിറ്ററൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ PS5 ഒക്കെ ഇരിപ്പുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനകത്ത് ഗെയിമൊക്കെ കളിക്കാം. ഒരു മിനിറ്റ്, ഞാൻ കാര്യത്തിന് മറന്നു പോയില്ല. ഒരു ചെയ്യാം, നമുക്കിപ്പം ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇതുപോലത്തെ നല്ല വീഡിയോസ് വരുന്നണം വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബൈ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.